തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയിൽ ഒരു ജീവൻ പൊലിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് കേൾക്കുന്നത് സിസ്റ്റത്തിന്റെ വീഴ്ചകളാണ്. ആശുപത്രികളിൽ നിന്ന് നിലയ്ക്കാത്ത നിലവിളികൾ ഉയരുമ്പോൾ സിസ്റ്റത്തെ പഴിച്ച് നമുക്ക് എത്ര നാൾ മുന്നോട്ടു പോകാനാകും? ആരോഗ്യരംഗത്ത് കേരളം നമ്പർ 1 എന്ന് അഭിമാനത്തോടെ മലയാളികൾ ആവർത്തിക്കാറുണ്ട്. ആരോഗ്യരംഗത്തെ മികവ് ആ സംസ്ഥാനത്തിന്റെ വികസിത സൂചികയുടെ നേർരൂപമാണ്. എന്നാൽ കേരളത്തിന് ആരോഗ്യരംഗത്ത് ചുവടുപിഴയ്ക്കുകയാണോ എന്ന് അടുത്തിടെ നടന്ന സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആരും ചോദിച്ചു പോകും. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനെടുത്ത് പന്താടിക്കൊണ്ടാണ് ഈ സർക്കാർ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ സ്വദേശി ശ്രീഹരിയെ ജോലിക്കിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. മണക്കാട്ടെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരുന്നു ശ്രീഹരി. മതിയായ ചികിത്സ നൽകിയില്ലെന്ന ആരോപണം നിലനിൽക്കെ ശ്രീഹരി മരിച്ചു. ഇപ്പോൾ ഇതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതേ അനാസ്ഥയുടെ ഇരയായി വേണു എന്ന മറ്റൊരു മനുഷ്യനും. ചികിത്സയിൽ അനാസ്ഥയില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നു. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ചികിത്സാ പിഴവ്, അനാസ്ഥ, അങ്ങനെ എന്തെല്ലാമാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് അടുത്ത കാലത്തായി നാം കേൾക്കുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് സമീപകാലത്ത് പരസ്യമായി പറഞ്ഞത് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ CH ഹാരിസ് ആണ്. പേഷ്യന്റിനെ കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ? അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗമാണ്. ഇവര് പേഷ്യൻസ് ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉപകരണം വാങ്ങുകയല്ല ചെയ്യും. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കുടുങ്ങിയ കത്രികയുമായി 7 വർഷം വേദന സഹിച്ച കോഴിക്കോട്ടെ ഹർഷിനയ്ക്ക് ഇനിയും നീതി കിട്ടിയിട്ടില്ല. 2.5 വർഷത്തോളായി കത്രിക പുറത്തെടുത്തിട്ട് ആരോഗ്യമന്ത്രി അടക്കമുള്ളവരടുത്ത് വന്ന് 15 ദിവസത്തിനുള്ളിൽ നീതി ഉറപ്പാക്കുമെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, 2-3 വർഷത്തോളമായി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 2023 മാർച്ച് 23-ന് തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയായ യുവതി നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയറുമായി ഇപ്പോഴും തീതിന്ന് ജീവിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയത് എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കൈക്ക് പകരം ശസ്ത്രക്രിയ നടത്തിയത് 4 വയസ്സുകാരിയുടെ നാവിലാണ്. പ്രതിഷേധമുയർന്നതോടെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടും അധികകാലമായില്ല. ചികിത്സാ പിഴവിന്റെ ഇത്തരം എത്രയെത്ര അനുഭവങ്ങൾ സമീപകാലത്ത് ഈ നാട്ടിലുണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പഴയ കെട്ടിടം തകർന്നു വീണ് ഒരു മരണവും സംഭവിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ കാര്യങ്ങളെല്ലാം സുതാര്യമാണോ? അല്ലെന്ന് അവിടെ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം. സ്വാധീനമുള്ളവർക്ക് മികച്ച ചികിത്സ, അല്ലാത്തവരോട് മരണമടഞ്ഞ വേണു മരിക്കുന്നതിന് മുൻപ് സുഹൃത്തുക്കൾക്കയച്ച സന്ദേശത്തിലേതുപോലെയാണ് കാര്യങ്ങൾ. വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയെ മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ പൂർണ്ണമായും സൗജന്യമെന്നാണ് വാദം. എന്നാൽ ന്യൂറോ, ഹൃദ്രോഗം, അസ്ഥി, തലച്ചോർ, വൃക്ക തുടങ്ങിയവയുടെ ചികിത്സയ്ക്ക് മിക്ക മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങണം. ഇതിന് പുറമെയാണ് രോഗികൾ നേരിടേണ്ടി വരുന്ന അധിക്ഷേപം. ഏതായാലും ആരോഗ്യ മേഖലയിൽ അനാരോഗ്യകരമായ പ്രവണതകൾ നന്നല്ല. അത്തരക്കാരെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിയണം. ഇല്ലെങ്കിൽ ചികിത്സാ അനാസ്ഥയിൽ രക്തസാക്ഷികളാകുന്നവരുടെ എണ്ണം ഇന്നാട്ടിൽ കൂടുകയാവും ചെയ്യുക. പൊതുജനം കഴുതയല്ല സാർ. ഈ വിഷയത്തോട് നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. ട്രാവൽ ഫ്രണ്ട് പറയുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണെന്ന്. കുഞ്ഞു മുഹമ്മദ് പറയുന്നു, സിസ്റ്റത്തെ പഴി പറഞ്ഞാൽ തിരിച്ചു പ്രതികരിക്കില്ലല്ലോ, അതാണ് ഒരു ആശ്വാസം എന്ന് പറയുന്നുണ്ട്. അതുപോലെ സലീം പറയുന്നു, സിസ്റ്റം ഫെയിലാകാതെ നോക്കാനല്ലേ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ ജയിപ്പിച്ചതെന്ന്. രവികുമാർ പറയുന്നു, സിസ്റ്റം മൊത്തം ഡിലീറ്റ് ചെയ്ത് പുതിയ വെർഷൻ ഡൗൺലോഡ് ചെയ്യണം, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല എന്ന കാര്യം. ഇങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം പ്രതികരണത്തിലേക്ക്.
പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻറ്റ് തീരുമാനിച്ചു. ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോക്കോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ആ പ്രോട്ടോക്കോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു. സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഇപ്പോൾ ഇല്ല. ഇനി ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. അതിലേക്ക്. മെഡിക്കൽ കോളേജ് തീരെ മോശമല്ല, എന്നാൽ മോശമല്ലാതെയല്ല. ചില ആൾക്കാരുടെ ഇടയിൽ മോശം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. ഒരാളെ കുഴപ്പമില്ല, നല്ല ഇടപാട് ഇതാകണം, ഇത്തിരി കുറച്ച് സമയം നിൽക്കണം, അത്രേ ഉള്ളൂ. ചികിത്സാ സംവിധാനം വളരെ മോശമാണ്. ഒരു കട്ടിലിൽ 2 പേരാണ് കിടക്കുന്നത്. തറയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. സെക്യൂരിറ്റിക്കാർ വളരെ മോശമാണ്, അവരുടെ പെരുമാറ്റം വളരെ മോശമാണ്. മെഡിക്കൽ കോളേജിൽ നമുക്ക് ഈ അത്യാവശ്യം ആപത്താകുമ്പോഴത്തേന് നമ്മളെ ഏറ്റവും വലിയ കെട്ടിടമാണ് മെഡിക്കൽ കോളേജ്. ഒരു ആശ്രയം അതിനെ പെട്ടെന്ന് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. മോശാനുഭവങ്ങൾ നമ്മൾ എന്നിൽ വന്നിട്ടില്ലെങ്കിലും വേറെ ഉള്ള ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്. അടിപൊളി. എനിക്ക് എല്ലാ സൗകര്യവും കിട്ടി. ഞാൻ ഇന്ന് വന്നതേ ഉള്ളൂ. ഇവിടുത്തെ സ്റ്റാഫ് ഇല്ലാത്തതാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്റ്റാഫ് ഇല്ലായ്മയാണ്. വാർഡുകളിൽ ഒരു ബെഡിൽ 2-3 രോഗികൾ. ഈ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്നവർക്ക് 2-3 രോഗികളാണ് ഒരു വാർഡിൽ കിടക്കുന്നത്, ഒരു ബെഡിൽ കിടക്കുന്നത്. ഒരു സൗകര്യവും ഇല്ല. ഒരു കാര്യത്തിന് ഏത് കാര്യത്തിനായിരുന്നാലും ചോള ഉണ്ടെങ്കിലേ കാര്യം നടക്കും. അല്ലാതെ ഒരു രക്ഷയില്ല. നമ്മൾ ഒരു രൂപ മരുന്നെടുക്കാൻ പോലെ കാശുണ്ടെങ്കിലേ പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.